വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷനാണ്. അപ്പോൾ ഓണത്തിന് കേക്കൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഡെക്കറേഷൻ. അപ്പോൾ ഏത് ഫ്ലേവറിന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലുള്ള, ഏത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ഫ്ലേവറിലുള്ള കേക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലുള്ളൊരു നോസിൽ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ റോസൊക്കെ വരക്കുന്നില്ലേ, ആ ഒരു നോസിലാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഷാർപ്പ് ടിപ്പ് നോസിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഒരു നോസിൽ കിട്ടുന്നുണ്ട്. ആ നോസിൽ എടുത്തിട്ടായാലും കുഴപ്പമില്ല. ഇതുപോലെ ഫുള്ള് കവർ ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്തിട്ടൊരു 10 മിനിറ്റെങ്കിലും ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് നേരം താഴെ തന്നെ വെച്ചിരുന്നാലും മതി. 1 മണിക്കൂറൊക്കെ വെക്കാം, കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. നമ്മൾ ആ ഒരു നോസിൽ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് ലെവൽ ചെയ്യുക. എന്നിട്ട് വീണ്ടും സൈഡ് അതുപോലെ ചെയ്യുക. അപ്പം ഏകദേശം ഷാർപ്പ് എഡ്ജസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ 1 സൈഡിൽ സ്പാച്ചില വർക്കാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു സ്പാച്ചില എടുക്കുക. ഇനിയിപ്പോൾ സ്പാച്ചില ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്പൂൺ എടുത്താലും മതി. സ്പൂണിൽ ഇതുപോലെ ജസ്റ്റ് ടച്ച് ചെയ്ത് വിടുക. ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേക്കിൽ ഓൾ ഓവർ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഷാർപ്പ് എഡ്ജസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ നല്ല ഒരു എലഗൻ ലുക്കിൽ നമ്മുടെ കേക്ക് കാണും. ഞാനിപ്പോൾ 1 സൈഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു നോസിൽ എടുക്കുക. ഈ ഒരു നോസിൽ എന്ന് പറയുന്നത് നൂർ 46 ആണ് കേട്ടോ. നൂർ 46 എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ബേക്കിങ്ങിൻ്റെ ടൂൾസ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് കിട്ടും. അത് ഇതുപോലെ ചെയ്യുക കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക, പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചുറ്റിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോവും അതുപോലെ തന്നെ സൂപ്പർ റെഡും കൂടി മിക്സ് ചെയ്തതാണ്. രണ്ടും ഒരേ അളവിൽ, ഒരേ റേഷ്യോയിൽ ക്രീമിലോട്ട് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല ഓറഞ്ച് കളർ കിട്ടും കേട്ടോ. ലെമൺ യെല്ലോവും അതുപോലെ തന്നെ സൂപ്പർ റെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഈ ഒരു ഡിസൈൻ കിട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, റെഡ് ബോൾസ്. ഇതിൻ്റെ സൈഡിലായിട്ട് റെയിൻബോ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെയിൻബോ സ്പ്രിങ്കിൾസ് എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതൊരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടവിട്ടിട്ട് ഒരു സ്റ്റാറിൻ്റെ ഒരു സ്പ്രിങ്കിൾ ഉണ്ടായിരുന്നു, ഗോൾഡൻ കളറിൻ്റെ, അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്ക് ഡെക്കറേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണ്. ഇപ്പോൾ ഈ ഒരു നോസിൽ നൂർ 46 തന്നെ വേണമെന്നില്ല. നമ്മൾ റോസറ്റയൊക്കെ വരക്കുന്ന ഏത് സ്റ്റാർ നോസിലായാലും മതി. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഹെൽപ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.